நெருங்கி அருகில் வருவேன் உன்னால் தானே நானே வாழ்கிறேன் நினைத்து நினைத்து பார்த்தா நெருங்கி அருகில் ആന്റി ആ സാധനമൊക്കെ മേടിച്ചോ? ഓ எல்லாமே வாங்கியாச்சு. என்ன விலை தெரியுமா சாதனங்களுக்கெல்லாம்? സാധനങ്ങളുടെയൊക്കെ വില ഇനി കുത്തനെ കൂടത്തേ ഉള്ളൂ, കുറയാനൊന്നും പോകുന്നില്ല. பைனாப்பிள் வந்து 4 அண்ணு 100 ரூபாய். நான் ஒண்ணு வாங்கிட்டேன். நம்ம இதை வச்சு പൈനാപ്പിൾ പുളിശ്ശേരി വെക്കலாமா? അങ്ങനാണെങ്കിൽ ഇന്ന് പൈനാപ്പിൾ പുളിശ്ശേരി കൂട്ടി ചോറൊരു പിടിയുണ്ട്. അയ്യോ, അല്ലെങ്കിൽ ചോറ് പിടിക്കാത്ത പോലെ. എന്ത് ചേച്ചി കഴിക്കേണ്ട പ്രായത്തിൽ വേണം കഴിക്കാൻ. அது கரெக்ட். கேசு, நீ வந்து என்ன கொடுத்தாலும் முழுசா சாப்பிடுவேல. തിരിച്ചടിക്കാത്തല്ല ഞാൻ കണ്ടിന്യൂ. ആ അളിയൻ വലിയ തീറ്റക്കാരനാ. അങ്ങനൊന്നും ഇല്ലടിയാ, അത്യാവശ്യം കുഴപ്പമില്ല കഴിക്കും. ഇപ്പൊ ഇതിന് കുറവാ സിദ്ധു. പണ്ടൊക്കെ ഉണ്ടല്ലോ എങ്ങനെയൊക്കെ പോയാലും ഒരു 12-14 ദോശ കഴിക്കുമായിരുന്നു. ഇപ്പോഴും വലിയ കുഴപ്പമില്ലാതെ കഴിക്കും, ഒരു 8-9 കഴിക്കും. ആഹാ, കടയിൽ പോയിട്ട് ഇവിടെ വന്ന് നിൽക്കുക, അടുക്കളയിലോട്ട് വരുന്നില്ലയോ? ദേ വരേമ്മ. എന്തോന്നാ ആന്റി ഇത്? കടയിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ അമ്മൂമ്മ എടുത്ത് ഹാജർ വെക്കണം അറിയാൻ പാടില്ല. ഹാജറമ്മ. അമ്മൂമ്മ, നമ്മുടെ പടവലത്തെ പറമ്പില്ലേ പൂർത്തിച്ച കിടപ്പുണ്ടോ? ഇഷ്ടംപോലെ കിടപ്പുണ്ട്. പൂർത്തിച്ചക്കയോ? പൈനാപ്പിൾ. ട്രിവാൻഡ്രം സൈഡിലൊക്കെ പൈനാപ്പിൾ അങ്ങനെയാ പറയാ, കൈതച്ചക്ക എന്നും പറയും. അമ്മൂമ്മ, പഴുത്താണ് കിടക്കണേ. ആ, പഴുക്കാറൊക്കെ ആയി വരുന്നു. അങ്ങനെയാണെങ്കിൽ കൊണ്ടുവന്ന് ജ്യൂസ് അടിച്ച് കുടിക്കണം. അതിന് നിനക്ക് പഴുക്കണമെന്നൊന്നുമില്ലല്ലോ, പച്ച കിട്ടിയാലേ വെട്ടി വിഴുങ്ങുമല്ലോ. അതിന് അതിന്റേതായ ടേസ്റ്റ് ഉണ്ട്. ஐயோ சித்து, ஒரு வாட்டி படவலத்துல ஒரு வரிக்கச்சக்க கொண்டு வந்தாங்க. ஒரு சொல இவன்ட்ட டேஸ்ட் பண்ண சொன்னோம். ஆனா இவன் என்ன செஞ்சான்னா அந்த சக்க முழுசா இவனே சாப்பிட்டான். അളിയാ, സംഭവം എന്തിരുന്നറിയോ, നമ്മുടെ പടവലത്തെ ചാലിന്റെ നിൽക്കണ പ്ലാവിന്നാണ് ഈ ചക്ക വെട്ടിക്കൊണ്ട് വന്നത്. ആ ചക്ക എന്ന് പറഞ്ഞു എന്റെ പൊന്നളിയോ, വെട്ടുമ്പോ ഇങ്ങനെ തേനൊലിച്ച് വരും പോലെ വരും. ഒറ്റയിരിപ്പിന് ഒരു ഫുൾ ചക്ക എങ്കിലും തിന്നില്ല. പിന്നെ നമ്മളൊക്കെ എന്തിനളിയാ? അളിയാ, നിന്റെ പ്രായത്തിൽ എല്ലാ പയ്യന്മാരും നല്ല രീതിയിൽ ആഹാരം കഴിക്കും. ഞാനും അത്യാവശ്യം നല്ല ഫുഡ് ആയിരുന്നു. പിന്നെ ഇപ്പൊ അമിതാഹാരമൊക്കെ ഇച്ചിരി കുറച്ചേ ഉള്ളൂ. അന്നല്ലേ ഇവൻ ഈ കാണുന്ന പോലെ ഒന്നും അല്ല സിദ്ധു, നല്ല തീറ്റയാ. അമ്മൂമ്മയ്ക്ക് ഓർമ്മയുണ്ടോ പണ്ട് പടവലത്ത് വെച്ച് നമ്മൾ മറ്റേ പഴങ്കഞ്ഞി ഉണ്ടാക്കിയത്? ഓ, ഓർമ്മയുണ്ട്. നല്ല കട്ട തൈരും കാന്താരിമുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് ഉണ്ടാക്കിയത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കുറച്ച് നമ്മൾ കഴിച്ച് ബാക്കി മൊത്തം മോന്തിയത് ദേ ഇവനാ. എന്നാ അത് പിന്നെ നമ്മുടെ അപ്പൂപ്പ ഉണ്ടാക്കണ പഴങ്കഞ്ഞല്ലേ, നല്ല ഫസ്റ്റ് ക്ലാസ് ആണല്ലേ, ഇറങ്ങി ഇങ്ങ് പോവും അല്ലേ അപ്പൂപ്പ? ചേച്ചി, ഇവിടെ അപ്പൂപ്പ ഇടക്കിടക്ക് പറയണ കേട്ടിട്ടില്ലേ, നല്ല വയറ് നിറച്ച ആഹാരം കഴിക്കണമെങ്കിൽ അതിനൊത്ത ആരോഗ്യം വേണമെന്ന്. അതിനൊത്ത ആരോഗ്യം എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കഴിക്കണത്. ഈ വീട്ടില് വേറെ ആരെങ്കിലും എന്റെ അത്ര നന്നായിട്ട് കഴിക്കുവോ? കാരണം എന്താ, എന്റെ അത്ര ആരോഗ്യം ഇവിടെ ആർക്കും ഇല്ല. അളിയാ, അറിയാ അങ്ങനെ അങ്ങ് ബാക്കിയുള്ളവരെ കൊച്ചാക്കല്ലേ. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒറ്റ ഇരിപ്പിന് 18 പൊറോട്ടയും 2 ബീഫ് ഫ്രൈയും കഴിച്ചിട്ടുണ്ട്. കൂടെ മത്സരിച്ചമാരൊക്കെ 6-6.5 പൊറോട്ട എപ്പോഴും പണി നിർത്തി തോറ്റുപോയില്ലേ. ഓ, കോയിൻ പൊറോട്ട ആയിരിക്കും അല്ലേ? കോയിൻ പൊറോട്ട ഒന്നും അല്ല, നല്ല അടിച്ച നാടൻ പൊറോട്ട. ആരെയും നിർബന്ധിച്ച് കഴിപ്പിച്ചായിരിക്കും. എടാ അളിയാ, പൊറോട്ടയും ബീഫും കഴിക്കാൻ നോൺ വെജ് കഴിക്കുന്ന ഏതെങ്കിലും ഒരു മലയാളിയെ നിർബന്ധിക്കേണ്ട വല്ല കാര്യമുണ്ടോ? മോനെ, പൊറോട്ട ഒന്നും അങ്ങനെ കഴിച്ചൂടാ, ശരീരത്തിന് കേടാ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒന്നും കഴിക്കാൻ പറ്റില്ല. അമ്മ ഒന്നും ഉണ്ടായിരിക്കും. അളെ 18 പൊറോട്ട കഴിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞേ? അതെ. അങ്ങനാണെങ്കിൽ ഞാനും 10-15 പൊറോട്ട വരെയൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ബീഫും കൂടെ ഉണ്ടെങ്കിൽ ഒരു 19-20 വരെ പോയിട്ടുണ്ട്. 20 വരെ? അയ്യ, അത്ര ഉള്ള. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ തട്ടുദോശ 23 ഞാൻ വരെ കഴിച്ചിട്ടുണ്ട്. 23 കൂടെ ചമ്മന്തിയും സാമ്പാറും ഉണ്ടായിരുന്നു. ചമ്മന്തി സാമ്പാർ? എനിക്ക് വയ്യ. 23 തട്ട് ദോശ അല്ലേ? താൻ ശരിക്കും തിന്നാനാണോ പഠിക്കാനാണോ പോയത് അവിടെ? അങ്ങനെയാണെങ്കിൽ ദോശ ഞാൻ നിന്നിട്ടുണ്ട്. ദോശ എന്ന് പറയുമ്പോ ചെറിയ ദോശ, നമ്മുടെ രമണൻ ചേട്ടന്റെ കടയിൽ, അവിടെ പടവലത്ത് രമണൻ ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു ദോശ ഇത്രയും വരും. എത്രത്തോളം വരും? ഇത്രത്തോളം വരും. മസാല ദോശയുടെ സൈസിന് സാധനം വരും. ഒരു 21 ദോശയും കൂടെ ഒരു ഡബിൾ ഓംപ്ലേറ്റ് 17 തിന്നിട്ടുണ്ട്. 17? അത്ര ഉള്ളൂ നീ? ഡബിൾ ഓംപ്ലേറ്റ് ഞാൻ ഒരു 28 വരെ കഴിച്ചിട്ടുണ്ട്. ഡബിൾ ഓംപ്ലേറ്റ് അതാ പറഞ്ഞ, ഈ 28 അല്ലേ കഴിച്ചിട്ടുള്ളൂ. ഡബിൾ ഓംപ്ലേറ്റ് 28. അതുകൂടാതെ കോഴിമുട്ട മാത്രം ഞാൻ 5 ഒറ്റയിരിപ്പ് കഴിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ 53. ഒരു 8 അൽഫാം കഴിച്ചിട്ടുണ്ട്. 8 അൽഫാമാ? എടാ, ദുബായിൽ ജീവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് 8 അൽഫാം ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നടാ. ബ്രേക്ക്ഫാസ്റ്റ് 8 അൽഫാം ബ്രേക്ക്ഫാസ്റ്റോ? ഞാൻ 8 ഫുൾ അൽഫാമിന്റെ കാര്യം പറഞ്ഞത്. അയ്യേ, അങ്ങനെയാണെങ്കിൽ ദുബായിൽ ഞാനൊരു വലിയ ഒട്ടകത്തിന് സിദ്ധു നിർത്തി
മുട്ടയുടെ കാര്യം അളിയൻ തള്ളിയാന്ന് എനിക്ക് മനസ്സിലായി. അളിയാ, മുട്ട കഴിക്കുന്ന കേസില് അളിയൻ എന്നെ പൊട്ടിക്കാൻ പറ്റൂല. എടാ, മുട്ട കഴിക്കുന്ന കേസില് നീ എനിക്ക് ഒരു എര പോലും അല്ല, ഞാനേ നിക്കത്തുള്ളൂ. ആണോ? ബെറ്റുണ്ടോ? ബെറ്റുണ്ട്. എത്ര രൂപ? 1000 രൂപയ്ക്ക്. എത്ര? 1000. അമ്മൂമ്മ, ഓ ഇന്ന് ഞാൻ അമ്മൂമ്മയ്ക്ക് ഒരു 1000 രൂപ തരും. മുട്ട നമുക്ക് ബുൾസൈ അടിക്കണ്ട, പുഴുങ്ങ. പുഴുങ്ങ. ബെറ്റ്. അതിന്റെ ഇന്നത്തെ മുട്ടത്തീറ്റ മത്സരം പൊളിക്കും. நான் யோசிக்கிறேன் லெச்சு, இப்ப நம்ம சித்து வந்து பெட் ஜெயிச்சான்னு வெச்சுக்கோ, கேசு கிட்ட சித்துக்கு கொடுக்க காசு இருக்குமா? എന്റെ ആന്റി കേശുവിന് നല്ല ഉറപ്പുണ്ട് അവർ ഈ മത്സരത്തിൽ ജയിക്കുമെന്ന്. அப்படின்னா அவன் எவ்வளவு முட்டை வாங்கிட்டு வருவான்? അതറിയാൻ പാടാ, കേശുവല്ലേ പോയേക്കുന്നത്. എന്തായാലും കിട്ടിയ അവസരം അത് നല്ലോണം മുതലാക്കും. ஒன்னு சொன்னா இங்க ரொம்ப ஜாலி தான். எப்பவுமே சிரிப்பு, விளையாட்டு, கேம். எனக்கு சின்ன வயசுல போன மாதிரி ஒரு ஃபீல். ആ ചെറുതിലെയൊക്കെ നല്ല രസമായിരിക്കും. വളർന്നു കഴിഞ്ഞു കഴിയുമ്പോഴേ പിന്നെ ഒരു രസവും കാണത്തില്ല. അല്ല, മുട്ട മേടിക്കാൻ പോയവനെ കാണുന്നില്ലല്ലോ. എന്തേ മുട്ട മത്സരത്തിൽ ഇങ്ങനെ മുട്ടി നിക്കുവാണോ? പിന്നെ അവൻ അടിപൊളിയല്ലേ, കട്ടയ്ക്ക് കൂടെ നിക്കണ്ടേ? അടിപൊളി. ഇടയായിട്ട് ഇച്ചിരി അടിപൊളിയൊക്കെ കൂടുന്നുണ്ട്. പറഞ്ഞാ കേൾക്കാനും ഭയങ്കര പാടാന്നേ. அவன் நல்லா படிக்கிறானா இல்லையான்னு யாராச்சும் கவனிக்கிறீங்களா? എന്റെ ആന്റി അത് കേശു ആണ്. അവനെ പഠിത്തത്തിൽ ഉഴപ്പിയാലും പരീക്ഷ സമയമാകുമ്പോ നല്ലോണം മാർക്ക് മേടിക്കും. അവനെ ദുബായിക്ക് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അങ്ങോട്ട് വരാൻ ഒരു താല്പര്യമില്ല. அவன் வரமாட்டான். அவனுக்கு கிருஷி தான் ரொம்ப பிடிக்கும். அவன் பெரிய கிருஷிக்காரனாக போறான். അതെ അതെ, അവന്റെ കൃഷി കുറച്ച് കൂടുന്നുണ്ട്. മുട്ട മുട്ട മുട്ട. എന്താളിയാ മുട്ട കണ്ട? മുട്ടന്റെ മുട്ട. டே கேசு, எவ்வளவு முட்டை வாங்கின? 30 മുട്ട മേടിച്ചിട്ടുണ്ട്. 2 മുട്ട ഇവിടെ ഉണ്ട്. ടോട്ടൽ 32 മുട്ട. ഒള്ളി 32 മുട്ട. എടാ, ഇതിപ്പോ എനിക്ക് കഴിക്കാനുള്ളതല്ലേ ഉള്ളൂ, മത്സരിക്കാനില്ലല്ലോ ഇത്. സിത്തുവേ ഇച്ചിരി ഷോ കുറയ്ക്കും കേട്ടോ. ലജൂസേ, നമ്മുടെ കല്യാണത്തിന് ശേഷം ഞാൻ ആഹാരം കഴിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ട്, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് വേണ്ടാന്ന്. എന്നാ നീ ഇന്ന് ശ്രദ്ധിച്ചോ, നീ ഇന്ന് ഞെട്ടും. അല്ലയാ അങ്ങനെ തുടങ്ങിയാലേ? പിള്ളേരെ, മുട്ട പുഴുങ്ങിയാ കഴിക്കുന്നേ, സൂക്ഷിക്കണം. അമ്മമ്മ, അത് എതിരാളി എടുത്ത് പറ, പോരാളി എടുത്ത് പറയരുത്. ഈ പൊക്കവും തടിയും മാത്രം പോരാ, വയറിന് ഉള്ളു വേണം, ഉള്ളു. ആന്റി, പുഴുങ്ങിക്കോ. ദേ, ഞാൻ ഒരു കാര്യം പറയാം. ബെറ്റ് ആര് തോറ്റാലും ജയിച്ചാലും പൈസയുടെ കാര്യത്തിൽ കടം പറയാൻ പാടില്ല. പൈസയുടെ കാര്യത്തിൽ കടം പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ബെറ്റ് തോക്കുന്ന ആള് ജയിക്കുന്ന ആളുടെ അടിമയായിരിക്കും. ഓ, മാനസികമായിട്ട് തളർത്താൻ നോക്കിയാണല്ലേ? കൊള്ളാം കൊള്ളാം കൊള്ളാം. അങ്ങനെയാണെങ്കിൽ എന്നാ പിടിച്ച വേറൊരു സാധനം കൂടെ. മുട്ട കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പോ അരമണിക്കൂർ ശേഷമോ മാത്രമേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ. ഏത് കണ്ടീഷനും ഞാനോ? என்னடா கேசு இது? தண்ணி குடிக்காம எப்படி? தொண்டையில குடுங்குண்டா? അത് തീറ്റ മത്സരമാണ്, എന്തും സംഭവിക്കാം. പിന്നെ ഉപ്പും കുരുമുളകും പറ്റില്ല. എടാ, ഇച്ചിരി കുരുമുളകെങ്കിലും കൂട്ടി കഴിക്കടാ. ഒരാവശ്യമില്ല, നമ്മുടെ കുറച്ച് റഫായിട്ടുള്ള മത്സരമാണ്. സിദ്ധുവേ, ഇവനിതൊക്കെ പിള്ളകളിയാണ്. പക്ഷെ നമ്മുടെ കാര്യം അങ്ങനെയല്ല. അല്ലയാ, എന്താണ് മത്സരിക്കുന്നതിന് മുമ്പേ പിന്മാറാൻ വല്ല പ്ലാനും ഉണ്ടോ? ഇല്ലടാ, ഞാൻ നല്ല രീതിക്ക് മത്സരിക്കുന്നുണ്ട്. ആന്റിയെ, കോഴിമുട്ട പുഴുങ്ങിട്ടെ ആവുമ്പോഴേക്കും വിളിച്ചാൽ മതി, ഞാൻ മുറിയിൽ കാണും. എന്നിട്ട് മത്സരിക്കാം. ആന്റിയേ, മുട്ട പുഴുങ്ങാൻറ്റി. டே கேசு, தண்ணி குடிக்காம எப்படிடா?
മല്ലന്മാരെ ഗുസ്തിക്ക് വിളിക്കണം. ഹായ് കോഴിമുട്ട, ഞാൻ റെഡി. അളിയാ കേശു അളിയാ, വാടാ കുട്ടാ. റെഡിയല്ലേ? റെഡി അല്ലേ? ആ റെഡി. എവിടെ അളിയ എവിടെ? കിടക്കാൻ ഞാനല്ലേ മുമ്പിൽ നിൽക്കുന്നേ. മുട്ട എവിടെ? ഇറങ്ങാനി. ടോട്ടൽ എത്ര കോഴിമുട്ട? 10 இருக்கு. 10? ஐயோ முழுசா நான் புழுங்கி வச்சிருக்கேன். முதல்ல இந்த 10 முட்டையை சாப்பிட்டு முடியுங்க, அதுக்குள்ள நான் எடுத்துட்டு வருவேன். അപ്പൊ അങ്ങനെ അങ്ങനെ ഓക്കെ. അപ്പൊ അളിയാ എങ്ങനാ തുടങ്ങാലോ? നിനക്കല്ലേ ആവേശം കൂടുതല്, നീ തുടങ്ങ്. ആവേശം കാണിച്ചവരാരും വിജയിച്ചിട്ടില്ല. അതെ, അങ്ങനെ എന്നെ മാനസികമായിട്ട് തളർത്താൻ ഇവിടെ ആരും വിചാരിക്കണ്ട കേട്ടാ. ഞാൻ കളിച്ച കളിയെല്ലാം ജയിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ തോക്കാൻ റെഡി ആയിക്കോ. നമുക്ക് നോക്കാടാ. എന്റെ ആന്റി, ഇവർ ഈ വായ്ത്താളം മാത്രമേ ഉള്ളൂ. ആന്റിക്ക് വേണമെങ്കിൽ ആന്റി എടുത്ത് കഴിച്ചു. മുട്ട തൊട്ട് പോലെ ഇത് ഞങ്ങളുടെ മത്സരത്തിന് വേണ്ടിയുള്ള മുട്ടയാണ്. നിങ്ങൾക്ക് മുട്ട വേണമെങ്കിൽ വേറെ മേടിച്ചുതരാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്കൊക്കെ എന്താണ് പ്രശ്നം? വയ്യേ, തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടാ? ഈ പീക്കിരി പിള്ളേരെ പോലെ തീറ്റ മത്സരമൊക്കെ സെറ്റ് ചെയ്യുന്നത് അത് മൊട്ട. അല്ലേ അങ്ങനൊക്കെ പറയാം, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നമ്മുടെ ബെറ്റ് നമ്മുടെ ബെറ്റ്, നമ്മുടെ മത്സരം നമ്മുടെ മത്സരം, ഇത്രേ ഉള്ളൂ. ഇരിയല്ലേ?